നമസ്കാരം. നമുക്ക് നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേർണിയെ പറ്റി ഒന്ന് സ്വയമേ വിലയിരുത്താൻ അല്ലെങ്കിൽ ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ചില പോയിൻറ്റ്സ്, നമ്മൾ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു, എവിടെ വരെ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത്. ഇത് എനിക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു ഡൗൺലോഡ് പോലെ ഞാൻ എഴുതി വയ്ക്കാറുണ്ട്. ഇങ്ങനെ പോയിൻറ്റ്സ് കിട്ടുമ്പോഴും ചിലപ്പോൾ ചില റിയലൈസേഷൻസ് വരുമ്പോഴും ഒക്കെ. അപ്പോൾ അതെനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇടുവാണേ. ഇപ്പം ഈഗോ, ഫിയർ ആൻഡ് ആങ്കർ, നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ്. അതൊരു എക്സാമ്പിൾ. ഈഗോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈഗോ ഉണ്ടോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് റിയലൈസ് ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് വരും. അതിനകത്ത് ഇപ്പോൾ നമ്മുടെ TF, നമ്മുടെ ട്വിൻ ഫ്ലെയിം നമ്മൾ റിജക്റ്റ് ചെയ്തു. അതിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു ഈഗോ ബേസ്ഡ് ആയിട്ടാണോ കാണുന്നത്? ഒരു ദേഷ്യത്തോടു കൂടി എന്നെ റിജക്റ്റ് ചെയ്തു, അപ്പോൾ എനിക്കും വേണ്ട, ഞാനും ആ ഒരു ഇതിൽ തന്നെ നിൽക്കും, അത് അങ്ങനെയാണോ കാണുന്നത്? അതോ ആ റിജക്ഷൻ്റെ പുറകിൽ എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും, നമ്മുടെ എനർജിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നെഗറ്റിവിറ്റീസ് ഉണ്ടാവും. അത് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഹയർ വൈബ്രേഷനിൽ എത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു റിജക്ഷൻ വന്നത്. നമ്മുടെ അടുത്ത് നമ്മുടെ സോൾ റൺ ചെയ്ത് പോകുന്നത്, നമ്മുടെ ട്വിൻ ഫ്ലെയിം റൺ ചെയ്ത് പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു പെർട്ടിക്കുലർ കാര്യം. അങ്ങനെ നമുക്കൊന്ന് വിലയിരുത്താം ഈ ഈഗോനെ ഈസി ആയിട്ട്. ഇനി ഫിയർ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ കുഞ്ഞിലേ തൊട്ട് തന്നെ നമ്മളിപ്പം വരേക്കും നമ്മൾ ക്യാരി ഓൺ ചെയ്ത് വരുന്ന ഫിയേഴ്സ്. എപ്പോഴും എനിക്ക് ഈ കാര്യത്തിലൊരു പേടിയുണ്ട്, പണ്ട് തൊട്ടേ പേടിയുണ്ട്, ഇപ്പോഴും ഉണ്ട് ആ പേടി. അതിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നുണ്ടോ? അതേപോലെ തന്നെ സോഷ്യൽ കണ്ടീഷനിങ്. ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇത് പാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ മറികടക്കാൻ പറ്റുന്നുണ്ടോ? അതോ അതിനോട് തന്നെ എന്താ പറയുക, ആ ഒരു കണ്ടീഷനിങ്ങിൽ തന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുവാണോ? അതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ധൈര്യമായിട്ട് പല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ ദേഷ്യത്തിൻ്റെ കാര്യം, ആങ്കർ ഇഷ്യൂസ്, അത് നമുക്ക് ഈ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കുമ്പോൾ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടോ? അല്ല കാർമിക്സ് ചുറ്റിനുള്ളപ്പം എത്രത്തോളം നമ്മൾ ഈ ജേർണി വന്ന് നമ്മൾ ഈ ഇന്നർ വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആങ്കർ ഇഷ്യൂസിനെ കൺട്രോളല്ല, നമുക്ക് ഇറിറ്റേറ്റഡ് ആവാതെ നമുക്കൊരു ഹയർ വൈബ്രേഷനിൽ എപ്പോഴും ഇരിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലേ നമ്മൾ യൂഷ്വലായിട്ട് നേരത്തെയൊക്കെ കാണുന്ന പോലെ ആ ആങ്കർ അത്രത്തോളം നമുക്കിപ്പോൾ വരുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് സ്വയമേ വിലയിരുത്താം ഈ ജേർണിയിൽ വന്നതിന് ശേഷം ഇന്നർ വർക്ക്സ് ചെയ്യുമ്പോൾ. ഇനി ലെവൽ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ്. നമുക്ക് അറിയാമല്ലോ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് നമുക്ക് എപ്പോഴും, അല്ല ചിലപ്പോൾ ഫ്രണ്ട്സ് കാണും, ചില റിലേറ്റീവ്സ് കാണും, അങ്ങനെ ആൾക്കാർ കാണും നമുക്ക് എപ്പോഴും ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത്. അപ്പോൾ അവരോട് നമുക്കിപ്പോഴും പിരിയാൻ പറ്റാത്ത പോലത്തുള്ള ബന്ധമുണ്ടോ? അവരുമായിട്ട് നമുക്ക് കോഡ് കട്ടിങ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇനി കോഡ് കട്ടിങ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ശരിക്കും ഇപ്പോഴും നമ്മൾ അവരുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടില്ല, ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂവിൽ തന്നെയാണ്. ഈ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂവിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവരെപ്പറ്റി എപ്പോഴും ഒരു ആവലാതി, എന്താ പറയുക, ഇച്ചിരി ഓവറായിട്ടുള്ള ഒരു കൺസേൺ ഒക്കെ ഉണ്ടാവും. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ആ ആൾക്കാർക്കൊരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. ഇതൊരു നെഗറ്റീവ് എനർജിയാണ്. ഈ നെഗറ്റീവ് എനർജി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെ പറ്റിയാണ് വിചാരിക്കുന്നത് അവർക്ക് ശരിക്കും പോയി ഹിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് നെഗറ്റീവ്ലി ശരിക്കും എഫക്റ്റ് ചെയ്യുള്ളൂ, തിരിച്ചും ആ ഒരു എനർജിയെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം ശരിക്കും നമ്മൾ അതിനേക്കാട്ടിലും നല്ല നമ്മളൊന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് കോഡ് കട്ടിങ് ഒക്കെ ചെയ്തിട്ട് അവർക്കൊരു ലവ് എനർജി കൊടുത്ത്, അവർക്ക് ബ്ലെസ്സിങ്സ് കൊടുത്ത്, ഒരു ഡിവൈൻ കോൺഷ്യസ്നെസ്സിൽ അല്ലെങ്കിൽ ലൈഫിൽ വരാനായിട്ട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വൈബ്രേഷനായിരിക്കും അവർക്ക് ചെല്ലുന്നത്. അല്ല നമ്മുടെ ഈ ഓവർ കൺസേൺ കൊണ്ട്, പ്രത്യേകിച്ച് ഈ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും നമുക്ക് റിലേഷൻഷിപ്സിൽ ഉണ്ടാവത്തില്ല ആരുമായിട്ട്. പിന്നെ ഇനി അടുത്ത പോയിൻറ്റ്, എത്രത്തോളം നമുക്ക് നമ്മുടെ ഇന്നർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ മെഡിറ്റേഷനിലൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിലും അല്ലാതെയൊക്കെ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് നമ്മുടെ ഇന്നർ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ സോളിൻ്റെ ആവശ്യങ്ങൾ, നമ്മുടെ പേർപ്പസ്, ഇതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പം ഈ ഫോർഗീവ്നെസ്സിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ടേ നമ്മൾ ട്വിൻ ഫ്ലെയിംസ് അറിയാം, ഒത്തിരി ട്രോമാസിലൂടെയും ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെയും ചാലഞ്ചസിലൂടെയും ഒക്കെയാണ് നമ്മൾ കടന്നു വന്നത്. അപ്പോൾ ഈ ഓരോ ഘട്ടങ്ങളിലും നമ്മളെ വേദനിപ്പിച്ച ഇൻസിഡൻസ് ഉണ്ടാവും, മനുഷ്യരുണ്ടാവും. അവരോടൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താണ് ശരിക്കും നമ്മുടെ മനസ്സിന് നമുക്ക് തോന്നുന്നത്? അവരോട് താങ്ക്ഫുൾനെസ് ആണോ തോന്നുന്നത്? ഇപ്പോഴും ദേഷ്യമുണ്ടോ? ഒരു ഗ്രഡ്ജുണ്ടോ? ഇപ്പോഴും അതെ, നമ്മുടെ ഈ ഓരോ ദിവസം നമുക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ചുറ്റിനുള്ള കാർമിക്സ് ഉണ്ടാവാം. അപ്പോൾ അവരോടൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ക്ഷമിച്ച് നമ്മുടെ ഹോപ്പോണോപ്പോണോ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് അപ്പം അത് ആ ഒരു ഫോർഗീവ്നെസ് കൊടുത്ത് നമുക്ക് ലവ് എനർജി കൊടുത്ത് റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, ശരിക്കും ഈ പറഞ്ഞ പോലെ
നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ ബുദ്ധിമുട്ടിച്ച ആൾക്കാരോട് നമുക്കിപ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്നുണ്ട്. കാര്യം അതൊക്കെ ലൈഫ് ലെസൺസ് ആയിരുന്നു. അപ്പോൾ ആ ലൈഫ് ലെസൺസ് കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ ഈ മുന്നോട്ടുള്ള ജേർണിയിൽ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നമ്മൾ ചുറ്റിനും നമ്മളെ വേദനിപ്പിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ശരിക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് ശരിക്കും നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ടോ? പിന്നെ ഈ ഓരോ ദിവസവും നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നമ്മൾ ഇന്നർ വർക്ക്സ് ഒക്കെ ചെയ്ത് നമ്മൾ വരുമ്പോൾ അറിയാം അല്ലേ, ഓരോ ദിവസവും ഓരോ ഇന്നർ പവർ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുവാണ്. അപ്പോൾ ആ ഇന്നർ പവറൊക്കെ വരുമ്പോൾ നമുക്ക് എത്രത്തോളം നമ്മൾ യൂണിവേഴ്സിനോട് താങ്ക്ഫുള്ളാണ്, അങ്ങനെ എത്ര ബ്ലെസ്ഡാണ്. ശരിയാണ്, ചാലഞ്ചിങ് ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് തരുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിൽ നമ്മൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ടോ? ഈ ചുറ്റിനുമുള്ള നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നവരോട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നാറുണ്ടോ? ഇനി ട്രസ്റ്റ്, നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഓരോ ഡിസിഷൻസിൽ നമുക്ക് ട്രസ്റ്റ് ഉണ്ടോ? അത് ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ നമുക്ക് തോന്നാറുണ്ടോ അയ്യോ അത് വേണ്ടിയിരുന്നില്ല എന്ന്? അപ്പോൾ അത് നമ്മൾ ശരിക്കും ഒന്ന് വിലയിരുത്തേണ്ടതാണ്. കാര്യം നമ്മളെ ആദ്യമേ ട്രസ്റ്റ് ചെയ്താലേ, നമ്മുടെ ഇൻറ്റ്യൂഷനെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാലേ നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കും. പിന്നെ ഈ ജേർണിയെ, ട്വിൻ ഫ്ലെയിം ജേർണിയെ, അതേപോലെ നമ്മുടെ യൂണിവേഴ്സിനെ എത്രത്തോളം നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്? ആ ട്രസ്റ്റിലാണ് ശരിക്കും നമ്മുടെ ഈ ജേർണി ഇരിക്കുന്നത്. നമുക്ക് ട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല, എഗെയിൻ നമ്മൾ സ്റ്റക്കാവും. അപ്പോൾ അതും ഒരു വലിയ പോയിൻ്റാണ്. നമ്മളെ ട്രസ്റ്റ് ചെയ്യുമ്പോഴാണ് എപ്പോഴും നമുക്ക് സെൽഫ് വർത്തിനെസ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഒരു സെൽഫ് വർത്ത് ഇഷ്യൂ ഉണ്ടാവും. സെൽഫ് വർത്ത് ഇഷ്യൂ ഉണ്ടാകുമ്പോഴുള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വ്യൂസ്, നമ്മുടെ സ്റ്റാൻഡിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ സെൽഫ് വർത്തിനെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തൊരു കാര്യം നന്നായിട്ട് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ഫുൾ പവറിൽ വരാൻ പറ്റുള്ളൂ. സെൽഫ് വർത്തിനെസ്സിലൂടെയാണ് നമുക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ സ്വയമേ ഏൺ ചെയ്ത് സ്വന്തം കാലിൽ നമുക്ക് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എപ്പോഴും നമുക്കൊരു ഹയർ വൈബ്രേഷനിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ? അത് നമുക്ക് പാടായിരിക്കും. ഇങ്ങനെ നമ്മളെപ്പോഴും ഒരു ഫ്ലക്ച്വേറ്റിംഗ് ഇതിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പോയിൻ്റ് ഓഫ് ടൈം കഴിയുമ്പോൾ നമ്മൾ അൺസ്റ്റേബിൾ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ആ സ്ഥായി ഭാവത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്നുണ്ടോ? പെട്ടെന്ന് തന്നെ ഉടനെ നമുക്ക് മനസ്സിലാക്കി നമ്മുടെ എനർജറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഓറയിൽ ഉള്ള നെഗറ്റിവിറ്റിയെ മനസ്സിലാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മെഡിറ്റേഷനിലിരുന്ന് അല്ലെങ്കിൽ നമ്മൾ ഒരു സറണ്ടർ മോഡിൽ പോയി നമുക്ക് പെട്ടെന്ന് ഹയറപ്പ് കയറാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ആദ്യമേ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ പിന്നെ പോകുമ്പോൾ നമ്മളതൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നല്ലതായിരിക്കും. നമ്മളെന്താണ്, നമ്മുടെ ആ ഒരു സ്ഥായി ഭാവം എന്താണ്, അപ്പോൾ അത് വിട്ടു മാറുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ച് ഹയറപ്പ് കയറി പെട്ടെന്ന് വരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഹയർ എനർജി വൈബ്രേഷനിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളൊരു ഡിവൈൻ കോൺഷ്യസ്നെസ്സിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിൽ. അവിടെ നമുക്ക് നമ്മുടെ ഇൻസെക്യൂരിറ്റിയെ പറ്റിയോ ഫിയറിനെ പറ്റിയിട്ടോ ഒന്നും ആയിരിക്കത്തില്ല ചിന്ത. നമ്മളെപ്പോഴും ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിൽ ഒരു നല്ലൊരു മെഡിറ്റേഷനിലും ഒക്കെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ആകാശിക് റെക്കോർഡ്സിലൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അറിയാം ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫ്രീക്വൻ്റായിട്ട് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരും. എന്ന് വെച്ചാൽ എപ്പോഴും എന്ത് കാര്യം നമ്മുടെ ലൈഫിൽ നടന്നാലും എന്ത് ചാലഞ്ചസ് വന്നാലും അറിയാം ആ ചാലഞ്ചസ് വരുമ്പോൾ നമ്മളൊന്ന് താഴത്തേക്ക് പോകും. പക്ഷെ പിന്നെയും പെട്ടെന്ന് തന്നെ മേളിൽ കയറി വരാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊന്ന് ഡിവൈൻ കോൺഷ്യസ്നെസ്സിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഈ ജേർണി വന്നു കഴിയുമ്പോൾ എത്രത്തോളം നമുക്ക് സ്പിരിച്വൽ സ്റ്റഡീസിൽ പോകാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ആകാശിക് റെക്കോർഡ്സും റേക്കിയും ടാരോ കാർഡ് റീഡിങ്ങും ഒക്കെ. അപ്പം അത് ഈ സ്റ്റഡീസിലൂടെ ശരിക്കും നമുക്ക് അത്രത്തോളം നമുക്ക് അറിയത്തില്ലായിരിക്കുമല്ലേ നമ്മുടെ ഒരു ഡിവൈൻ പവർ. ഇതിലൂടെയൊക്കെ പോകുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ഒരു പവറിനെ ശരിക്കും നമുക്ക് വെളിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. എന്നിട്ട് ആ പഠിക്കുന്നത് മാത്രമല്ല, അത് എത്രത്തോളം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു. പ്രാക്ടീസിലാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മൾ എന്തൊരു കാര്യം പഠിക്കുമ്പോഴും നമ്മൾ ആ ആദ്യത്തെ ഒരു ആവേശം പിന്നീട് കാണത്തില്ല. കാര്യം നമ്മുടെ പ്രാക്ടീസ് പിന്നെയും മുടങ്ങിപ്പോവും. നമ്മൾ പിന്നെയും ചിലപ്പോൾ ചില ചാലഞ്ചസ് വരുമ്പോൾ ലോവർ വൈബ്രേഷനിൽ പോവും. പക്ഷേ ഈ ഒരു ഡിവൈൻ പവറിനെ നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് പ്രാക്ടീസിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളുടെ ഡിവൈൻ ഫെമിനൈൻ എനർജിയെ നമുക്ക് കുറേ കൂടെ നമുക്ക് എംപവർ ചെയ്യാനായിട്ട് പറ്റും. അതിലൂടെ നമുക്ക് സോൾ കോൺഷ്യസ്നെസ്സിലേക്ക് വരാൻ പറ്റും. എന്ന് വെച്ചാൽ വേറെ ബോഡിയിലുള്ള ആൾ നമ്മുടെ പാർട്ട് തന്നെയാണെന്നും
അവർ നമുക്ക് ഡിവൈൻ ടെസ്റ്റ് തരുവാണെന്നും നമ്മൾ ഡിവൈൻ ഗുരുവാണെന്നും ഇതൊക്കെ നമ്മളുടെ ആ ഒരു സോൾ പ്യൂരിഫിക്കേഷൻ്റെ ഭാഗമാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ഒരു വൺനെസ്സിൻ്റെ എനർജി എന്ന് വെച്ചാൽ വേറെയല്ല, ആ 3Dയിലേക്ക് നോക്കാനേ നമുക്ക് തോന്നുകയില്ല അവരെന്ത് ചെയ്യുന്നു, അതൊന്നും നമ്മളെ ആ ഒരു ഇൻസെക്യൂരിറ്റി നമുക്ക് പിന്നെ കാണുകയില്ല. നമുക്ക് എപ്പോഴും ഒരു നമ്മളുള്ളിൽ തന്നെ ആളെപ്പോഴും കൂടെ ഉണ്ടെന്നും നമ്മളെപ്പോഴും ഒരു ഹാപ്പിനെസ്സിലും ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലും നമുക്ക് ഒരുമിച്ചിരുന്ന് നമ്മുടെ ഇന്നർ വർക്ക്സും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ട്വിൻ ഫ്ലെയിം നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ പ്രൊട്ടക്ടറുമാണെന്ന്. കാര്യം ആ ഒരു വൺനെസ്സിൽ ചെയ്യുന്ന ആ ഒരു പവർ നമുക്ക് തന്നെ നമ്മൾ എന്താ പറയുക ഡിസ്റ്റോർട്ടഡ് എനർജിയിലോ അല്ലെങ്കിൽ ഒരു ലോവർ വൈബ്രേഷനിലോ ഇരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുകയില്ല. ആ ഒരു കോൺഷ്യസ്നെസ് ഈ ട്വിൻ ഫ്ലെയിം നമ്മുടെ ഒരു പാർട്ടാണെന്നും നമ്മുടേതാണെന്നും നമ്മുടെ സോളാണെന്നും എന്നുള്ള ആ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് നമുക്കൊരു ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തോന്നുന്നു ശരിക്കും അവിടെയാണ് ഒരു ഡിവിനിറ്റി ശരിക്കും പറഞ്ഞാൽ നമുക്ക് തോന്നുന്നത്. ഈ ഒരു പ്രാക്ടീസ് നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് പോകുമ്പോൾ മുന്നോട്ട് ആ സ്റ്റേബിളായിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അവരുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. തന്നെയുമല്ല നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ശരിക്കും ഒരു വൈബ്രേഷൻ നമുക്ക് പല ഭാഗങ്ങളിലായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ പറയണ കാര്യങ്ങളിൽ അവിടെ എത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക സൂചനയാണത്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും ആ ഒരു വൈബ്രേഷൻ. ഇങ്ങനെ വരുന്ന ഈ ഒരു എനർജിയിൽ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിൻ ഫ്ലെയിംസിന് ബോത്ത് ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഒരു ഭയങ്കര പ്രൊട്ടക്ഷനാണ്. ഇത് അങ്ങനെയാണ് നമുക്കത് ആ ഒരു ഇതിലൂടെ പോകുമ്പോൾ മനസ്സിലാവും. ഒരു ഭയങ്കര ഒരു സേഫായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും, നമുക്കൊരു ഭയങ്കര സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും. അപ്പം നമുക്ക് ഈ ഉണ്ടാകുന്ന ഫിയർ, ഇൻസെക്യൂരിറ്റി, സോഷ്യൽ കണ്ടീഷനിങ് അതൊക്കെ മറികടക്കാനും പറ്റും. നമ്മുടെ ഡിവൈൻ മസ്കുലൈൻ നമ്മൾ റിജക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രിഗേഴ്സ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഡിവൈൻ ഉദ്ദേശിക്കുന്നത് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസാണ്, ഒരു സ്പേസാണ്. രണ്ട് പേർക്കും ആ സ്പേസ് ആവശ്യമാണ്. അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് വളരാൻ വേണ്ടിയിട്ട്. രണ്ട് പേർക്കും രണ്ടുപേരുടെ ഇന്നർ സെൽഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് പലതരത്തിലെ ലൈഫ് ലെസൺസിലൂടെ കടന്നുപോയി രണ്ടുപേരും കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും വളരുന്നത്. ചില സമയത്ത് നമുക്ക് തോന്നാം നമ്മൾ ഒത്തിരി ഇന്നർ വർക്ക്സ് ചെയ്തിട്ടും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ആക്ഷനിൽ അവർ വരുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെയും റിജക്ഷനിലേക്ക് പോകുന്നു, അവരകലം പാലിച്ചുകൊണ്ടേയിരിക്കുന്നു, ദൂരേക്ക് പോകുന്നു എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ആക്ച്വലി അത് അവർക്ക് വേണ്ട ഒരു സ്പേസും ടൈമുമാണ്. ആ ഒരു ലെസൺസ് പഠിക്കാൻ അല്ലെങ്കിൽ പലതരത്തിൽ ലെസൺസ് പഠിക്കാനും കിട്ടുന്ന അവർക്ക് വേണ്ടുന്ന ഒരു ടൈമാണത് അല്ലെങ്കിൽ സ്പേസാണത്. അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. അതേപോലെ തന്നെ നമുക്കും ആവശ്യമാണ് ആ ഒരു ടൈമും സ്പേസും നമ്മളിലെ ഡിവൈൻ എനർജിയെ, ഡിവൈൻ ഫെമിനൈൻ എനർജിയെ നറിഷ് ചെയ്യാനും എംപവർ ചെയ്യാനും കിട്ടുന്ന ഒരു ടൈമും സ്പേസുമാണത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ലെവലിലേക്ക് നമ്മുടെ കോൺഷ്യസ്നെസ് ഉയരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ സോൾ കോൺഷ്യസ്നെസ്സിലായി എന്നാണ്. അപ്പം എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്ന ഓരോ പണികളിലൂടെ ഇങ്ങനെയൊക്കെ ഓരോ പോയിൻറ്റ്സൊക്കെ ഞാൻ കുത്തിക്കുറിച്ച് വയ്ക്കാറുണ്ട്. അതിന് ഞാൻ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാറുമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.